ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മുടെ വീക്ക് ഇൻ മൈ ലൈഫിലെ ലാസ്റ്റ് ഡേ സൺഡേ ആണ്. ഓക്കെ, 6:45 രാവിലെ. ട്യൂഷന് പോകണം. ലേറ്റായി പോട്ടെ, ബാക്കി പിന്നെ കാണാം. നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട്. നമുക്ക് തൽക്കാലം പോയിട്ട് വരാം. 5 മിനിറ്റ് നമുക്ക് സമയം കിട്ടി. നമുക്ക് ചായ കുടിക്കാം. ഹെൽമെറ്റ് വെച്ച് ഞാൻ ചായ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞ് ഇങ്ങനെ തുള്ളിത്തുള്ളിയായി വീഴുന്നു. വെറുതെ എന്തിനാണ് അസുഖങ്ങൾ വരുത്തി വെക്കുന്നത്? അപ്പം നമ്മൾ ഹെൽമെറ്റ് ഇട്ട് ചായ കുടിക്കണം. ഞാനിപ്പോൾ നിൽക്കുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വെരി പോപ്പുലർ ജംഗ്ഷൻ ഇൻ മൈ ടൗൺ. അപ്പം ഇവിടെയൊക്കെ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ, ഇവിടെ ആണുങ്ങളൊക്കെ മാത്രമേ ഇങ്ങനെ ഒന്ന് ചായ കുടിക്കാറുള്ളൂ. പെണ്ണുങ്ങളൊന്നും കൂട്ടത്തോടെ അല്ലാണ്ട് ഒറ്റയ്ക്കൊന്നും ഒരു പെണ്ണും വന്ന് ഇങ്ങനെ ചായ കുടിക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കും ഇല്ല. പക്ഷെ ഉമ്മ ഏത് മൂഡ്, ഉമ്മ ഏത് വൈബ്. എനിക്കിപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല ഗൈസ്. ആരെയും എന്നെ നോക്കുന്നുണ്ടോ, ആരെയും ഐ ഡോണ്ട് കെയർ സീരിയസ്ലി. എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യും. ഞാൻ ഇവിടെ ആരെയും ഉപദ്രവിക്കുന്നു, ആരെയും മണ്ട കയറുന്നല്ല ചായ കുടിക്കുന്നു. ചായ തറ ഗൈസ്. അപ്പം നമുക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഫുൾ ഓഫ് ട്യൂഷനായിരിക്കും. ഇന്ന് ട്യൂഷനായിരിക്കും. വേറെ പരിപാടികളൊന്നും ഇല്ല. എനിക്ക് ഒരു സിനോപ്സിസ് എഴുതാനുണ്ട്. ഒരെണ്ണം കറക്റ്റ് ചെയ്തിട്ടില്ല, അതൊന്നും എഴുതണം. അത് വേറെ കാര്യമായ പരിപാടികളൊന്നുമില്ല. ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ ദിവസം. അപ്പോൾ ശരി. ഹലോ ഗൈസ്, വി ആർ ബാക്ക് ഹോം ഫോർ സം ടൈം. ആൻഡ് നഖം വെട്ടുവാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഒന്ന് ഫ്രഷ് ആവണം. ആൻഡ് അഗെയിൻ വി ഹാവ് ടു ഗോ. ഓക്കെ, ആൻഡ് ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ അല്ലേ. 7 ദിവസമായിട്ട് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് ഞാൻ ഭയങ്കര യൂസ്ഡ് ആയ പോലെ ഫീൽ ചെയ്യുന്നു. ആൻഡ് 7ാമത്തെ ദിവസം, കഴിഞ്ഞ 6 ദിവസവും വീഡിയോ കംപ്ലീറ്റ് എടുത്ത് ഫുള്ളാക്കി. 7ാമത്തെ ദിവസം എത്തിയത് തന്നെ വളരെ അത്ഭുതമായിട്ട് ഫീൽ ചെയ്യുന്നു. കാര്യം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെരി ഹ്യൂജ് ടാസ്ക്. ആൻഡ് ഈ ഒരു ആഴ്ചയിൽ യു ഗൈസ് ക്യാൻ സീ, അതായത് ഒന്നും പ്രോപ്പറല്ല, എല്ലാം ഒന്നും പ്രോപ്പറായിട്ടല്ല നടക്കുന്നത്. സം ഡേയ്സ് ആർ, എന്താ പറയുക, സം ഡേയ്സ് മൈ ബി ഗുഡ്, സം ഡേയ്സ് ബോറായിരിക്കും, ഷോക്കായിരിക്കും. അപ്പം എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു. അപ്പം എനിക്കിത് എഡിറ്റ് ചെയ്ത് എൻ്റെ ഈ ഒരു ആഴ്ച കാണുമ്പം എനിക്ക് തന്നെ ഒരു അനലൈസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി വാട്ട്സ് മൈ ലൈഫ് എന്നുള്ളൊരു സംഭവം, ഞാൻ എന്താണെന്നും എൻ്റെ ലൈഫ് എന്താണെന്നുള്ളത്. ആൻഡ് വേറെന്താ ഞാൻ പറയാമെന്നല്ലോ. ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് ഒരു ടാസ്ക്കാണ്. ഇത് എനിക്ക് തന്നെ ഒരു ചാലഞ്ചിങ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സീരീസ് എടുക്കാൻ തീരുമാനിച്ചത്. കാര്യം ഞാൻ കുറച്ച് നല്ല രീതിയിൽ ഉഴപ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. സമയമില്ല, തിരക്കാണ് എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു എക്സ്ക്യൂസാണ് നമ്മൾ തന്നെ പറഞ്ഞതാക്കുന്നത്. ആൻഡ് അപ്പം ഇതെല്ലാം കൂടി എനിക്കൊരു മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു കീപ്പ് എ ഹെൽത്തി റുട്ടീൻ. ലൈക്ക് ഇപ്പം ഇന്ന് തന്നെ ഓൺ ടൈം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, മീൽസ് ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത്, ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഒന്നും ലാഗാക്കാണ്ട് ചെയ്ത് നല്ലൊരു റുട്ടീൻ. പിന്നെ എനിക്ക് എക്സ്ട്രാ ജിമ്മിൽ പോകണം, നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം. ഞാൻ 100 വെയിറ്റാണ്, അത് മാറ്റി എനിക്ക് വെയിറ്റ് ഒന്ന് കൂട്ടണം. ഇതൊക്കെ തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വിശക്കുന്നു, നഖം വെട്ടി. ഞാൻ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇറിറ്റേഷനാണ് വെട്ടിയിലേക്ക്. എനിക്ക് എൻ്റെ നഖം ഇങ്ങനെ തന്നെ ഇരിക്കണം, എപ്പോഴും ഇങ്ങനെ ഇരിക്കണം. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് എക്സ്ട്രാ ഒരു മെഹന്തി ഇടുന്ന പോലെ എനിക്കിഷ്ടമല്ല, നെയിൽ പോളിഷ് ഇടുന്ന ഇഷ്ടമല്ല, നഖം വളർത്തുന്നത് ഇഷ്ടമല്ല, നെയിൽ എക്സ്റ്റൻഷൻ ഒന്നും എനിക്കിഷ്ടമല്ല. എൻ്റെ നഖം എപ്പോഴും ഇങ്ങനെ ഇരിക്കണം.
ഇത് ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഗൈസ്, അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇന്നെന്ത് സ്പെഷ്യലാണെന്ന് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയിട്ട്. കണ്ണാപ്പിക്ക് ഇത്തിരി ഫോണിൽ ഗെയിം കളി കൂടുതലാണ് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് ട്യൂഷൻ പോകാം. ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കടലയുണ്ടല്ലോ അതിൽ, സോറി, ചിക്കൻ കറിയും പുട്ടും. അവരറിയണ്ട, മിക്സറാണ്. ഈ ചിക്കൻ കറിക്കകത്ത് ഉരുളക്കിഴങ്ങുണ്ട്, കടലയുണ്ട്, ചിക്കനും ഉണ്ട്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നമ്മളെ വീട്ടിലങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നോൺ വെജ് ഉണ്ടാക്കാറില്ല. ഓക്കെ, അപ്പം കൊള്ളാം. പാപ്പ വെച്ചാണല്ലേ, ഡാഡി വെച്ച് കറിയാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ട്യൂഷൻ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് വരണ്ട, വൈകുന്നേരം വരെ ഫ്രീ. വിശക്കുന്നു ഗൈസ്. അതെ, sorry, I had lunch and we had courier today. I think ഇതിൻ്റെ ലഞ്ച് ബോക്സിനൊരു നല്ലൊരു ലഞ്ച് ബോക്സ് ഓർഡർ ചെയ്തായിരുന്നു. ഒരുപാട് കണ്ടെയ്നേഴ്സ്, ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ളത്. അതാണെന്നാണ് തോന്നുന്നത്. പൊട്ടിച്ചു നോക്കാം. നമുക്കിത് പൊട്ടിച്ചു നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ താമസിക്കുമ്പോൾ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് എല്ലാവരുടെ അച്ഛന്മാരെങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഡാഡി ഞാൻ സീനാണ് ഗൈസ്. എൻ്റെ വീട്ടിൽ കൊറിയർ അലൗഡ് അല്ല. സൊമാറ്റോ, സ്വിഗ്ഗി, ഓൺലൈൻ ഫുഡ് ഒന്നും ഇവിടെ ഒന്നും അലൗഡ് അല്ല. ആൻഡ് ഇനി പണ്ടല്ല, ഈ കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി ഡെലിവറി ബോയ് വന്നു കഴിഞ്ഞാൽ അവനെ ചീത്ത പറയുമെന്ന് പറയും ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലോ കൊണ്ടു കൊടുക്കാൻ പറയും. എങ്ങാനും രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഓർഡർ ചെയ്തിട്ട് ഞാനതൊന്ന് വീട്ടിൽ അകത്ത് കയറ്റാൻ പെടുന്ന പാട്. ഒളിച്ചിരുന്ന് തിന്നണം, പിന്നെ ആ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യണം, ഒരു തെളിവ് പോലും ഇല്ലാണ്ട്. പിന്നെ ഓൺലൈനായിട്ട് സാധനം വരുമ്പോൾ ഞാൻ പറയും ഇത്താടതാണ്, എൻ്റെതല്ല, അങ്ങനെയൊക്കെ പറയും. ഹലോ ഗൈസ്, നമുക്ക് കുറച്ച് അസൈൻമെൻറ്റ് എഴുതാനുണ്ട്. നമുക്ക് അസൈൻമെൻറ്റ് എഴുതാനുണ്ട് ഗൈസ്. നാളെ ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് വെക്കാനുണ്ട്. കുറച്ച് ഞാൻ ട്യൂഷൻ സെൻ്റർ എഴുതി. എന്ത് കഷ്ടപ്പാടാണ് റബ്ബേ. അവസാനമായിട്ട് പേപ്പറിലൊരു അസൈൻമെൻറ്റ് എഴുതിയ നിന്നെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കോളേജിലെല്ലാം എങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ എന്താ പറയുക, റൈറ്റിംഗ് അല്ലായിരുന്നു, ടൈപ്പിംഗ് ആയിരുന്നു. ആൻഡ് അതുപോലെ പിന്നെ ഞാൻ ചെയ്ത അസൈൻമെൻറ്റ്സൊക്കെ അങ്ങനെയായിരുന്നു. ഇതിപ്പം കുറേ നാൾക്ക് ശേഷം എഴുതുന്നതൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. ഒന്നും അങ്ങോട്ടും വഴങ്ങുന്നില്ല. എന്ത് ചെയ്യാൻ. പക്ഷെ എന്നാൽ പോലും എനിക്കൊരിക്കൽ പോലും വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് വളരെ നല്ല രീതിയിലൊരു റിഫ്രഷ്നെസ്സാണ് എനിക്ക് പഠിക്കാൻ പോകുമ്പോൾ കിട്ടുന്നത്. കുറച്ച് എൻ്റെ ചെറുപ്പ കാലഘട്ടം തിരിച്ച് കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നു. ആൻഡ് എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു കോളേജ് ടൈമിലൊക്കെ ഉണ്ടായിരുന്ന എന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അതൊരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് അസൈൻമെൻറ്റ് എഴുതാം.
ഓക്കെ, നമുക്ക് പോയി ചായ കുടിക്കാം. ആൻഡ് നമുക്ക് മമ്മാൻ്റെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം. ഈ ഒരു സൺഡേയിൽ ഇപ്പം എനിക്ക് എന്താ പറയുക, ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. ഇന്ന് കിട്ടിയപ്പോൾ ആ സമയം മാക്സിമം നമ്മളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു ശരി. ഓക്കെ, വരൂ ഗൈസ്, നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഗൈസ്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നപ്പോൾ മമ്മ ഇവിടെ ഇല്ല. മമ്മ എവിടെ പോയി? എവിടെ പോയതാവും? ഒരു ഐഡിയ ഇല്ലല്ലോ. എന്തെങ്കിലും കഴിക്കാം. എന്ത് കഴിക്കാം? ബ്രെഡ് കഴിച്ചല്ലോ. മമ്മ വന്നു. പാസ്ത ഉണ്ടാക്കിയായിരുന്നു. നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് വെച്ചൊരു ജ്യൂസും കൂടി ഇടിക്കാം. ബ്ലെൻഡറ്റിൻ്റെ ബ്ലെൻഡറാണ്. ജ്യൂസ് റെഡി. ട്രാവൽ ചെയ്യണമെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം എന്ത് ബിസി ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും ആലോചിച്ചറിയാം. പാക്കിംഗ് ഉണ്ടായിരിക്കും, പിന്നെ ലാസ്റ്റ് മിനിറ്റ് മറന്ന് എന്തെങ്കിലും സാധനങ്ങൾ പോയി വാങ്ങിക്കും. കുട്ടി മറച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ എവിടെ നോക്കിയാലും സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മുഴുവൻ പഴയ രൂപത്തിലെത്തിയില്ല. നമുക്ക് കാക്ക വരുമെന്ന് നോക്കാം. സാധാരണ ഞാൻ ക്യാമറയായിട്ട് മേലെ വരുമ്പോൾ കാക്കകളെല്ലാം കൂടി ഒന്നിങ്ങനെ വട്ടമിട്ട് കറങ്ങും. 2-3 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഹീറ്റർ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഡാഡി സമ്മതിക്കുന്നില്ല. ഹിസ് തോട്ട്സ് ആർ എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം മീ. ഞാനായിട്ട് ഒരു കാര്യം സെറ്റായി പോവില്ല. ഡാഡി ആണെങ്കിൽ ഹീറ്റർ വേണമെങ്കിൽ ഞാൻ ഹീറ്റർ മേടിച്ചു തരാം, പക്ഷെ നീ ഉപയോഗിക്കരുത് എന്നായിരിക്കും പറയുന്നത്. എന്നിട്ട് കുളിക്കണം, ബാക്കി അസൈൻമെൻ്റ് എഴുതണം. പിന്നെന്താ, ഞാൻ ഉണ്ടാക്കിയ പാസ്ത ആയതുകൊണ്ട് പറഞ്ഞല്ലോ, നല്ല അടിപൊളി പാസ്ത ആയിരുന്നു. പിന്നെ നല്ല രസമുണ്ട്. അപ്പുറത്തെ വീട്ടിലോട്ട് പോകുമ്പോൾ ഇത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇവിടെ നല്ല രസമാണ്, നല്ല വ്യൂ ആണ്, നല്ല കാറ്റാണ്, നല്ലൊരു വൈബാണ്. ഇവിടെ കുറച്ചും കൂടെ ഭയങ്കര വീട് കുറച്ചിങ്ങനെ വിസിബിളാണ്. അപ്പുറത്തെ വീട് കുറച്ച് ഉള്ളിലോട്ടായിരിക്കുന്നത്. ആ ബ്യൂട്ടിയൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. എന്നാൽ കുറച്ച് നല്ല പ്രൈവസി കിട്ടും അപ്പുറത്തെ വീട്ടിൽ. പക്ഷെ ഇവിടെ അതില്ലെങ്കിൽ പോലും നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനൊക്കെ. അതാണ്ട് ഭയങ്കര സമാധാനം ഫീൽ ചെയ്യും ഈ ഒരു ടൈമിൽ, രാവിലെയൊക്കെ ഇവിടെ വന്നാൽ. പിന്നെ രണ്ടും നമ്മളെ വീട് തന്നെയല്ലോ. വരാം. ഇല്ല. ഇത് ഓറഞ്ച് ചോക്ലേറ്റ്. ഹലോ ഗായ്സ്, ഡിന്നർ കഴിച്ചു. ആൻഡ് ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മുടെ വീക്ക് ഇൻ മൈ ലൈഫ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് ഞാനിപ്പോൾ ഒന്ന് ഉറങ്ങാൻ പോകണം. രാവിലെ എണീറ്റതാണ്, നല്ല ഉറക്കം വരുന്നു. ആൻഡ് ദ ഗുഡ് തിങ് ഈസ് നാളെ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ അസൈൻമെൻറ്റ് നാളെ വെക്കേണ്ടി വരത്തില്ല, വെറുതെ കുത്തിരുന്ന് എഴുതി, പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നാളെ സമയമെടുത്ത് കുറച്ചും കൂടി നന്നായിട്ട് അതിനൊക്കെ പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ആസ് യൂഷ്വൽ നാളെ രാവിലെ ട്യൂഷൻ ഉണ്ട്, കോളേജില്ല, ഓൺലൈൻ ക്ലാസ്, അങ്ങനെയൊക്കെ തന്നെയൊക്കെ ആയിരിക്കും. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എൻ്റെ 7 ദിവസത്തെ വീഡിയോയും ഈ
കംപ്ലീറ്റ് ഈ വീക്കിലെ വീഡിയോസ് 7 വീഡിയോസും കണ്ടിട്ടുള്ള ഒരാൾ ഇതിപ്പോൾ കാണുകയാണ് എങ്കിൽ, ആൻഡ് ഐ എം റിയലി താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഫുള്ള് കണ്ടിന്യൂസ്ലി നിങ്ങൾ എല്ലാ ഡേയിലെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് ഒരു കമൻറ്റ് ഇടണം കേട്ടോ. എനിക്ക് കണ്ടാൽ കുറച്ച് സന്തോഷമായിരിക്കും. ആൻഡ് യാ ഓക്കെ, അപ്പോൾ എന്താ പറയുക, വേറെയും നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വരാം. ഐ എം ജസ്റ്റ് പ്ലാനിങ് ടു എന്താ പറയുക, കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാനും നല്ല രീതിയിലൊന്ന് ഫോക്കസ്ഡ് ആവാനൊക്കെ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്താ പറയുക, എൻ്റെ യൂട്യൂബ് ഗ്രോത്ത് ഭയങ്കര സ്ലോ ആണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വിചാരിച്ചില്ല, ഞാൻ ചാനൽ തുടങ്ങി 1 മാസം ആവുന്നതിന് മുമ്പേ മോണിറ്റൈസ്ഡ് ആവുമെന്നും ഒന്നും ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനം. ഒരു 6 മാസം കണ്ടിന്യൂസ്ലി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യണം, ഇങ്ങോട്ടൊന്നും വ്യൂസും കാര്യങ്ങളൊന്നും സബ്സ്ക്രൈബേഴ്സും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഫുൾ എഫേർട്ട് ഇടണമെന്ന് വിചാരിച്ചിട്ട് ചാനൽ തുടങ്ങിയ ഞാനാണ്. അപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു മോണിറ്റൈസേഷനും സംഭവങ്ങളും ഒക്കെ ആയത്. ഇതൊന്നും എൻ്റെ എന്താ പറയുക, എക്സ്പെക്റ്റേഷനൊക്കെ അപ്പുറമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഐ എം നോട്ട് ദാറ്റ് മച്ച് പ്ലാൻഡ്. അത്രത്തോളം ഈ ഒരു സംഭവത്തിനൊക്കെ ഹാൻഡിൽ ചെയ്യാനും വേണ്ടി മാത്രം ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മാത്രം എഫേർട്ടും ഇടുന്നുമില്ല, മനസ്സിലായോ? ഞാൻ എഫേർട്ട് ഇട്ടിട്ടാണല്ലോ എൻ്റെ ഗ്രോത്ത് സ്ലോ ആവുന്നതെന്നൊന്നും എനിക്കില്ല. ഞാൻ അതിന് മാത്രം എഫേർട്ടൊന്നും ഇടുന്നില്ല. എനിക്ക് പറ്റുന്ന സമയം മാത്രം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഞാൻ ചെയ്യുന്ന പണി വൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അത്ര സ്ട്രിക്റ്റായിട്ടത് ഫോളോ ചെയ്യുന്നില്ല. ഞാൻ കുറച്ചും കൂടെ അതിനെക്കാട്ടിയും ഞാൻ എന്നെ സ്ട്രെസ്സാക്കാണ്ട് ഞാൻ കുറച്ച് സ്ലോ ഡൗൺ ആയിട്ട് ലൈഫ് കുറച്ച് സ്ലോ ആയിട്ട് ജീവിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനങ്ങനെ ഭയങ്കര ഓവർ സ്ട്രെസ് എനിക്ക് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ ഡിസപ്പോയിൻമെൻ്റ് ഒന്നുമില്ല. ഇതൊക്കെ തന്നെ ഞാൻ എന്താ പറയുക, എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ ബോണസാണ്. സീരിയസ്ലി ഇനി കിട്ടാൻ പോകുന്നതും എല്ലാം ബോണസായിരിക്കും. അതുകൊണ്ട് തന്നെ ഐ ആം വെരി ഹാപ്പി. ഐ ഡോണ്ട് ഹാവ് എനി തോട്ട് ലൈക്ക് ദാറ്റ് ഞാൻ കൊടുക്കുന്ന ഒരു എഫേർട്ടിന് തിരിച്ച് ഒരു റിസൾട്ട് കിട്ടുന്നില്ലേ, അങ്ങനത്തെ ഒരു തോട്ടൊന്നും എനിക്കില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ആൻഡ് നമുക്ക് നല്ല നല്ല വീഡിയോസിൽ പിന്നെയും കാണാം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ 7 വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. I will be happy. Yeah. Okay, thank you so much.